വെൽക്കം ടു എഹ്ലാസ് ട്യൂഷൻ. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് ടെക്നിക്കൽ മാത്തമാറ്റിക്സിലെ ഡിഫറൻസിയേഷൻ, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ, ഇക്വേഷൻ ടു ടാൻജൻസ് ആൻഡ് നോർമൽ, മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ. നമ്മൾ ആദ്യം ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ് പഠിക്കുന്നത്. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. Consider a function a relation to b is given by. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ a is related to b. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷന് ഇതിലെ എക്സിനോട് ഡിപെൻഡബിൾ ആണ്. അപ്പോൾ ഇത് ഡിപെൻഡന്റ് വാല്യൂ ആണ്, ഇത് ഇൻഡിപെൻഡന്റ് വാല്യൂ ആണ്. അപ്പോൾ f of x is equal to x square minus 1 by x minus 1 ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ f of x തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് f of x ന്റെ വാല്യൂ മാറും. അപ്പോൾ അതുകൊണ്ടാണ് എക്സിന്റെ വാല്യൂ മാറുന്നത് എപ്പോഴൊക്കെയാണോ അതിനനുസരിച്ച് f of x മാറുന്നത് കൊണ്ടാണ് ഇത് ഡിപെൻഡന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ 1 ആകുന്ന സമയത്ത് ഇതെന്ത് സംഭവിക്കും? 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ബൈ 0. അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് 0 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു എക്സിന്റെ വാല്യൂ 1 അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവല്ലോ. അപ്പൊ അതിനാണ് അങ്ങനെ ചെയ്യുന്നതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1. എക്സിലേക്ക് എത്തുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് ആവുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് പറയുമ്പോൾ 1 അടുത്തുള്ള വാല്യൂസ് 0.95, 0.99, 1 കഴിഞ്ഞിട്ടുള്ള നമ്പർ 1, 1.1, 1.05 അങ്ങനെയുള്ള നമ്പേഴ്സിലൊക്കെ എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും 2 ആണ് കിട്ടുന്നത്. 2ന്റെ അടുത്തേക്ക് വരുന്നത് കാണാം. അപ്പൊ ഇവിടെ ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? ഇറ്റ് ഈസ് denoted by limit extends to 1 x square minus 1 by x minus 1 is equal to 2. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് പറയും? വാല്യൂ 2 ആസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലിമിറ്റ്സിന്റെ ഫണ്ടമെന്റൽ റിസൾട്ട്സ് നോക്കാം. Limit extends to a f of x plus g of x is equal to limit extends to a f of x plus or minus limit extends to a g of x ആണ്. അതേപോലെ limit extends to a f of x into g of x is equal to limit extends to a f of x into limit extends to a g of x. Limit extends to a f of x by g of x is equal to limit extends to a f of x divided by limit extends to a g of x. അത് ഒന്നിച്ച് ചെയ്യുന്നതിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അതേപോലെ limit extends to a k into f of x is equal to k into limit extends to a f of x. If f of x less than or equal to g of x, then limit extends to f of x less than or equal to limit extends to a g of x. ഇനി some standard results. ഈ റിസൾട്ട്സ് എന്തായാലും നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു x raised to n minus a raised to n by x minus a is equal to na raised to n minus 1 ആണ്. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin theta by theta is equal to 1, tan theta by theta is equal to 1, tan n theta by theta is equal to n, sin n theta by theta is equal to n. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 3x square plus 2x plus 1 ഡിവൈഡഡ് ബൈ 5x square plus 6x plus 7. അത് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണ്. അപ്പൊ x ഉള്ള സ്ഥലത്തൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ 0 ആയി പോകും. അപ്പൊ ഇവിടെ ഇതൊക്കെ 0 ആവും. 1/7 ലെഫ്റ്റ് ആവും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x is equal to 1/7 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 5x by 3x. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഈ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ തീറ്റേന്റെ അടുത്ത് ഇവിടെ 5x ആണ് ഉള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ 5x വന്നിട്ടുണ്ടെങ്കിൽ അത് 1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 5x ഇല്ല. അപ്പൊ നമ്മൾ എന്താക്കും? 5x ആക്കാൻ വേണ്ടിയിട്ട് ഈ 3നെ നമ്മൾ ലിമിറ്റിന്റെ പുറത്തേക്ക് എഴുതും. പിന്നെ ഇവിടെ x ഉണ്ട്. അപ്പോൾ
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഈ 5 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ 5നെ പുറത്തേക്ക് എഴുതും. 5/3 ലിമിറ്റ് sin 5x by 5x is equal to 1. അപ്പോൾ 5/3 into 1 is equal to 5/3. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് x tends to 4 x³ minus 64 divided by x² minus 16. അപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻ ആയിട്ട് ഇത് ബന്ധമുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ 64 എന്തിൻ്റെ ക്യൂബായിട്ട് വരും നോക്കാം. അപ്പോൾ നമുക്കറിയാം 4 ക്യൂബാണ് 64, അതേപോലെ 4 സ്ക്വയർ ആണ് 16. അപ്പോൾ ആ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ x³ minus 4 ക്യൂബ് ഡിവൈഡഡ് ബൈ x² minus 4 സ്ക്വയർ. പക്ഷെ ഇത് മാത്രം പോരല്ലോ, x മൈനസ് എ വേണ്ടേ. അപ്പോൾ x മൈനസ് എ നമ്മൾ രണ്ടിടത്തും ഇൻറ്റു 1/x മൈനസ് എ ഇൻറ്റു 1/x മൈനസ് എ. അപ്പോൾ x മൈനസ് 4 ആണ് ഇവിടെ, അത് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ രണ്ടിടത്തും ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ രണ്ടാളും ഇൻറ്റു 1/x മൈനസ് 4 ഇൻറ്റു 1/x മൈനസ് 4 ചെയ്തു. അപ്പോൾ നമുക്കറിയാം x³ മൈനസ് a³ ഡിവൈഡഡ് ബൈ x മൈനസ് എ എന്ന് പറഞ്ഞാൽ na raised to n minus 1 ആണ്. അപ്പോൾ ഇവിടെ na raised to n minus 1, n 3 ആണ്. അപ്പോൾ 3 മൈനസ് 1 2 കിട്ടും. അപ്പോൾ na raised to n minus 1, ഇവിടെയും na raised to n minus 1. അപ്പോൾ 3 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 4 കിട്ടും. അപ്പോൾ 3 into 16 48 ഡിവൈഡഡ് ബൈ 8. ആൻസർ 6 കിട്ടും. ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ്സിന്റെ ഒരു ഫോം ആണ്. അപ്പോൾ dy/dx is equal to limit x tends to 0 del y divided by del x. അപ്പോൾ del y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yയിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സിലുള്ള ചേഞ്ച്. അപ്പം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ dy/dxന്റെ ഫോമാണിത്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ dy/dxന്റെ എല്ലാ ഇക്വേഷൻസും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ബേസിക് ഡെറിവേറ്റീവ്സിന്റെ ബേസിക് ഇക്വേഷൻസ് പഠിക്കാം. ഇതെന്തായാലും ബൈ ഹാർട്ടായി പഠിക്കണം, ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. dy/dx ഓഫ് കോൺസ്റ്റന്റ് 0 ആണ്. dy/dx ഓഫ് x raised to n nx raised to n minus 1 ആണ്. dy/dx ഓഫ് x is equal to 1 ആണ്. dy/dx ഓഫ് root x is equal to 1/2 root x. dy/dx ഓഫ് 1/x raised to n is equal to minus n divided by x raised to n plus 1. ഇതിനെ വേണമെങ്കിൽ നമുക്ക് x raised to minus n എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോം അപ്ലൈ ചെയ്യാം. dy/dx ഓഫ് sin x cos x ആണ്. dy/dx ഓഫ് cos x minus sin x ആണ്. dy/dx ഓഫ് tan x sec square x ആണ്. dy/dx ഓഫ് cot x minus cosec square x. dy/dx ഓഫ് sec x tan x. dy/dx ഓഫ് cosec x minus cosec x cot x. dy/dx ഓഫ് e raised to x a raised to x. dy/dx ഓഫ് log x 1/x. പിന്നെ ഡിഫറൻസിയേഷന്റെ അഡീഷൻ റൂൾ ആണ്. dy/dx ഓഫ് u പ്ലസ് v. u എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം, v എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dx ഓഫ് u പ്ലസ് dy/dx ഓഫ് v. അപ്പോൾ യുന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, വിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും സെയിം ആയി വരും. അതേപോലെ dy/dx ഓഫ് u പ്ലസ് v പ്ലസ് w ഈസ് ഈക്വൽ ടു dy/dx ഓഫ് u പ്ലസ് dy/dx ഓഫ് v പ്ലസ് dy/dx ഓഫ് w. dy/dx of u minus v is equal to dy/dx of u minus dy/dx of v. ഇതാണ് അഡീഷൻ റൂള്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂള്, dy/dx of u into v. അപ്പോൾ ഇതിനെ നമുക്ക് യുവിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയാം, സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. u into dy/dx of v പ്ലസ് v into dy/dx of u. അപ്പോൾ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ u v അവിടെ വെക്കും, dy/dx of w ചെയ്യും. അതേപോലെ u ഉം w അവിടെ വെക്കും, dy/dx of v ചെയ്യും. പ്ലസ് v ഉം w അവിടെ വെക്കും, dy/dx of u ചെയ്യും. അതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂള്. ഇക്വേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ u/v ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അപ്പം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അങ്ങനെയാണ് വരിക.
നമുക്ക് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് dy by dx if y is equal to e raised to x sin x. e raised to x sin x രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ e raised to x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ e raised to x. അപ്പോൾ e raised to x ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് sin x ഇൻറ്റു ഡിവൈഡ് x ഓഫ് e raised to x എന്ന് പറയുമ്പോൾ e raised to x. അപ്പോൾ ഇതാണ് ആൻസർ വരാം. ഇനി അടുത്തത് y is equal to x minus 1 by x plus 3. അപ്പോൾ നമ്മൾ ക്വേഷൻ റൂൾ എടുക്കണം. ക്വേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ x plus 3 ഡിവൈഡ് x ഓഫ് x minus 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ 1 മാത്രം വരും. minus x minus 1 into d by dx of x plus 3. x ന്റെ ഡെറിവേറ്റീവ് 1 3 ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ 1 മാത്രം വരും. അപ്പോൾ x plus 3 minus x plus 1 വരും. അപ്പോൾ x minus x 0 ആയി പോകും. 3 plus 1 4 വരും by x plus 3 whole square. അതാണ് ആൻസർ വരാം. ഇനി അടുത്തത് ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ റൂള്. അപ്പോൾ dy by dx of dy by du into du by dx എന്നാണ് നമ്മൾ ചെയ്യുക. ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. y is equal to sin of x square plus 1. അപ്പോൾ സൈന് ഒരു ഫംഗ്ഷനാണ്, ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതേപോലെ x square എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം സൈനിൻ്റെ ഈ ഫംഗ്ഷനെ മൊത്തമായിട്ട് നമ്മൾ u എന്ന് എടുക്കുക. അപ്പോൾ u എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സൈൻ യു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു കിട്ടും. പിന്നെ യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. കോസ് യു ഇൻറ്റു 2x. അപ്പോൾ യുവിൻ്റെ സ്ഥലത്ത് എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പം കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2x എന്ന് വരും ആൻസർ. അല്ലെ നമ്മൾ ഇക്വേഷൻ ടു ടാൻജന്റ് ആൻഡ് നോർമൽ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് tan theta is equal to dy by dx. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കിട്ടും. Geometrical meaning of dy by dx is slope of tangent at a point p of xy on it is denoted by m. സാധാരണ നമ്മൾ സ്ലോപ്പിന് m എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് dy by dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ y minus y1 is equal to m into x minus x1 ആയിരിക്കും. m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഇനി ടാൻജന്റിന്റെ നോർമൽ അവർ നമ്മൾ പെർപെൻഡിക്കുലർ ആയിരിക്കും ടാൻജന്റും നോർമലും തമ്മിലുള്ളത്. അപ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് -1/m ആയിരിക്കും. സ്ലോപ്പ് ഓഫ് എ ലൈൻ പാരലൽ ടു x ആക്സിസ്. x ആക്സിസിന് പാരലൽ ആവുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ലൈൻ പാരലൽ ടു y ആക്സിസ്. y ആക്സിസിലൂടെ പാരലൽ ആയിട്ട് പോകുന്നതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് 1 1 ഓൺ ദ കർവ്. ഈ ഒരു കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. പോയിന്റ് 1 1 ആണ്. അപ്പൊ x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു 3 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dy by dx കാണുന്ന സമയത്ത് x സ്ക്വയറിൻ്റെ 2x, 2y സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 into 2y. അപ്പോൾ 2 into 2y എന്ന് പറയുമ്പോൾ 4y into yയുടെ ഡെറിവേറ്റീവ് dy by dx is equal to 3ൻ്റെത് 0. അപ്പോൾ ഈ 2xനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന സമയത്ത് 4y dy by dx is equal to -2x. dy by dx is equal to -2x divided by 4y is equal to -x/2y. അപ്പോൾ dy by dx ആണ് അതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിച്ചു. ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് x is equal to 1, y equal to 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1/2. അതാണ് ഇതിന്റെ സ്ലോപ്പ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് y is equal to 6 plus x minus x square at 2 4. ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. y ഇവിടെ തന്നിട്ടില്ല. നമ്മൾ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം. dy by dx is equal to 6ന്റെ ഡെറിവേറ്റീവ് 0, xന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x. അപ്പോൾ 1 minus 2x. വാല്യൂസ് 2 ഉം 4 ഉം ആണ്. അപ്പോൾ xന്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പോൾ 1 minus 2 into 2
1 minus 4 is equal to minus 3. അതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലൈനിന്റെ ഇക്വേഷൻ y minus y1 is equal to m into x minus x1 ആണ്. അപ്പം y1 ഇവിടെ 4 ആണ്, x1 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. y minus 4 is equal to m minus 3 into x minus 2. അപ്പോൾ y minus 4 is equal to മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 3x minus 3 into minus 2 plus 6. അപ്പോൾ എല്ലാം ഒരേ സൈഡിലുണ്ടെന്ന് നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഉള്ള സ്ലോപ്പ് -3 ആണ്. ഈ സ്ലോപ്പിന്റെ ഇൻറ്റു ഇവിടെ m ആണെങ്കിൽ ഇവിടെയുള്ള സ്ലോപ്പ് m ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് -1/m ആയിരിക്കും. അപ്പൊ ഇവിടെ -3 ആണെങ്കിൽ ഇത് -1/-3 ചെയ്യുന്ന സമയത്ത് 1/3 കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ലോപ്പ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനിലെ സ്ലോപ്പ് 1/3 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. മാക്സിമം ആൻഡ് മിനിമം ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ. വൺ വേരിയബിളിന്റെ മാക്സിമം മിനിമം ഫംഗ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ dy/dx is equal to 0 കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതിനുശേഷം d²y/dx² നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റ് മാക്സിമം ആയിരിക്കും. മിനിമം ആണെങ്കിൽ dy/dx is equal to 0 ആവുക. അതിനുശേഷം d²y/dx² പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് കണ്ടീഷൻസ് ഫോർ മിനിമം ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ y is equal to 4x minus 2x² ആണ്. അപ്പോൾ നമ്മൾ dy/dx ചെയ്യുക. dy/dx എന്ന് പറയുമ്പോൾ 4 into x-ന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 4 minus 2 into x² ഡെറിവേറ്റീവ് 2x. അപ്പം 4 minus 4x കിട്ടും. നമ്മളിനി ഇതിനെ dy/dx is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ dy/dx 0 എന്ന് പറയുമ്പോൾ 4 minus 4x is equal to 0. 4x is equal to 4, x is equal to 1. അപ്പോൾ x-ന്റെ വാല്യൂസ് കിട്ടി. നമ്മൾ d²y/dx² ചെയ്യുക. അപ്പോൾ 4 കോൺസ്റ്റന്റ് ആണ്, 0 ആവും. -4 into x-ന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ d²y/dx² -4 ആവും. അപ്പോൾ d²y/dx² -4 ആണ്. അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ x is equal to 1 മാക്സിമം പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ x-ന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആണ്. അതാണ് ഇതിന്റെ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ.